നാളെ ചൂലുമ്പളയിൽ നിൽക്കുന്ന നേരം നോക്കി പന്ത്രണ്ടിനാണ് എനിക്ക് വരുന്നത്. ഇങ്ങനൊരു മഴത്തലയിൽ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നീ എപ്പോഴാണ് ചന്തേന്ന് വന്നേ? ഞാള് കൊല്ലൊക്കെ വന്നത്. ഓ, മറ്റേ കണ്ടല്ലോ അവിടെ. തമ്പുരാനും മാണിക്കും പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കൊക്കെ ഇട്ട് കാലിനെ കുളിപ്പിച്ച് വണ്ടി കൊണ്ട് പോകുന്നോളാം ഞാളോട് പറഞ്ഞു. മൂക്കറ്റം കേട്ടിട്ടായിരിക്കും തമ്പുരാന്റെ വരവ്. അത് ഞങ്ങൾക്കറിയില്ല മാണി. തമ്പുരാൻ കണ്ടുപോലെ കയറി പോണത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? അതുപോലെ നീ വരുന്നത് കണ്ടു. ഓഹോ, അപ്പൊ മുണ്ടും തുണിയൊന്നും ഇല്ലാണ്ടായിരിക്കും വരവ്. മുണ്ടൊക്കെ ഉണ്ട്. അതായത് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ തലയിൽ കെട്ടിരിക്കാനും മാത്രം. എന്റെ ഈശ്വരാ, അവനെ ആ അവസ്ഥയെ കണ്ടിട്ട് വിളിച്ചോണ്ട് പോയാൽ നീ പോന്നു അല്ലേ? ഞാൻ വിളിച്ച്. അപ്പൊ തമ്പുരാൻ നല്ലൊരു ചീത്ത വിളിച്ച്. വരവരാ വെളുത്തപ്പോ ഞാള് അജിമാടയിലെത്തി. അപ്പൊ ബസ്സുകാര് പറയുന്നത് കണ്ടു തമ്പുരാൻ ചാണ്ടയിൽ അടി നടത്തിയിരുന്നു. നമ്മളെ പാവാമ്പരാട്ടി ആ മാണിക്കിന്റെ ഒപ്പരം നടന്നു കിടന്നു പോയി. നീ എന്തിനാ മാണിക്ക് എന്നെ കുറിച്ച് പറഞ്ഞത്? ഓൻ ദുഷ്ടനായതുകൊണ്ട് ഞങ്ങളെ പോലെ ഓരോ എടുത്ത പഠിക്കാനാണ്. എന്നാലും തമ്പുരാൻ എന്നാ വിചാരം ഓനെ ഇവിടുന്ന് അടിച്ചടക്കിയാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. നോക്കൂ, ഞാനിത് മാണിക്കനോട് പറയും. പറഞ്ഞ ഞാനെന്താ ഓനെ ഞാളെന്നെ പഠിക്കുന്നു. കളിച്ചാലുണ്ടല്ലോ ഞാളോട് കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കും ഞാള് ബേക്കേക്കൂല. എനിക്ക് ഓണം വരുന്നത് ഞാളോ വരുന്നത് മറക്കണ്ട. ഇന്റെ അപ്പൻ ഞാളെ മാമന ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഇന്റെ മംഗലം കഴിക്കുന്നത് ഞാനങ്ങനെ നീ മാത്രം തീരുമാനിച്ചോല്ല. ഞാക്കിന്റെ അപ്പന്റെ ബാക്കിയുള്ളത് അപ്പന് താക്കണേ ഈ കാപ്പിന് കഴിക്കും. അതിന് പരലോകം വരെ പോണ്ട മോളെ. പിന്നെ ഇത്തവണ നല്ല ഉശിരുള്ള ഉരുക്കളല്ലേ വാങ്ങിച്ചിരിക്കുന്നത്. കാശിന്റെ കൂടിയാണിത്. കടുക്കലൊക്കെ കുറവാണ്. എഞ്ചിമൂടെ കാന്താരുടെ മാനം ഇത്തവണ പട്ടം പറപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോഴേ യശോദാമ്മയ്ക്ക് നമ്മളെ പറ്റി മനസ്സിലാവും. ഇപ്പൊ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ കള്ളു കുടിച്ചോ? അയ്യേ, സത്യം പറടാ, കള്ളു കുടിച്ചോ? നീയല്ല, ഇവ കള്ളു കുടിച്ചോന്ന് ഇല്ലേ? ഇനി പറ, കുടിച്ചില്ലേ? കുടിച്ചു. വന്ന് നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയാനും തുടങ്ങിയല്ലേ? പെങ്ങളെ വെറുതെ കിട്ടിക്കൊള്ള സന്ധി കല്ലു കുടിച്ചു. അത് സന്തോഷമുണ്ട്. അത് തെറ്റാണ്, ക്ഷമിച്ചത് പോലെ. നീ കല്ലുണ്ടാക്കിയില്ലേ? ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചിട്ടുള്ളതൊക്കെ കേട്ടോടാ. അങ്ങനെ സംഭവം ഉണ്ടായി. കൈ തലയിൽ വെക്കടാ. നീന്റെ തലയിലല്ല, എന്റെ തലയിൽ വെക്കേ. കള്ളു കുടിച്ചിട്ട് ചന്തയിൽ എന്തുണ്ടായി എന്ന് പറ. അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നു തമ്പ്രാട്ടിയമ്മേ. ചേട്ടന്റെ കാലിറങ്ങി അങ്ങോട്ട് വീണു. അത് കഴിഞ്ഞിട്ട് വീണപ്പോ അവിടെ ഒരു തൂണുണ്ടായിരുന്നു. അതിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് തൂണും ചേട്ടനും കൂടെ അങ്ങോട്ട് വീണു. അത്രേ ഉണ്ടായിരുന്നു. തൂണിന്റെ അടിയില് ഒരു ചട്ടി ഉണ്ടായിരുന്നു. അത് പൊട്ടി അത്രേ ഉള്ളൂ. ഞങ്ങൾ പോകുന്നു. കൈ എവിടെ വെക്കണം? ഒരു ചട്ടി പൊട്ടിയതിനാണോ ഉദന്തരം ഉണ്ടായത്? ഒരു ചട്ടി ഇല്ല തമ്പ്രാട്ടിയമ്മേ. ഈ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ 10-20 ചട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ താഴത്തെ ചട്ടി പൊട്ടിയപ്പോ അതെല്ലാം കൂടെ ചടപടാന്ന് പൊട്ടി. സ്വാഭാവികം. അപ്പൊ അതിൽ ഒരെണ്ണം തെറിച്ച് അടുത്ത് നിന്ന് ലോറിയുടെ ചില്ലേക്കൊണ്ടു. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ അത്രേ ഉള്ളൂ. സ്വാഭാവികം. നീ കല്ലുകൂടി ഓടിക്കാതെ കാര്യം പറഞ്ഞ് മനസ്സിലാവൂ. പിന്നെ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ എന്നാലും തെളിച്ച് വന്നേക്കാം. ലോറിക്കാർ തമ്പുരാനെ തല്ലി. തമ്പുരാൻ തിരിച്ചു തല്ലി. പിന്നെ കൂട്ടത്തല്ലേ പോലീസുകാർ കേസ്. എനിക്ക് 3-4 കിട്ടി. ഞാൻ 10 രൂപ തിരിച്ചോട്ടു. തമ്പുരാൻ കിട്ടി ചറവറാന്നായത് എണ്ണാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. പോലീസുകാർ വന്ന് കേസെടുത്തപ്പോൾ ഞങ്ങൾ വന്ന് കേസെടുക്കുന്നത് ഞങ്ങൾക്ക് ചുക്കൂല്ല. ഞങ്ങളെ യശോദാമ്മ കാത്തിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് പൊങ്കൽ കൊടുക്കാൻ ഒരു കസവ് കൂട വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് പോലത്തെ ഒരു കസവ് കൂടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോന്നു. നോക്കിയേ, നെയ്ത്തുകാരൻ്റെ അടുത്ത് പറഞ്ഞ് 7 എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടിൽ കിഞ്ഞമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിൽ കാവിൽ വന്ന് നിന്നാൽ പത്തനമാറ്റുള്ള 100 മൂലിക്കുട്ടന്മാർ നിരനിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്ത് ഒരുത്തനും കണ്ടിട്ടില്ല. വേഗം ഇതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ, ഞങ്ങളാ ചേർന്ന് കാണട്ടെ. ഇപ്പൊ വേണ്ട, കാളയോട്ടത്തില്ലെന്ന് നീ ജയിച്ചു വരുമ്പോ ഞാൻ ഇതെടുത്തിട്ട് കാണാൻ ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പോയി കുളിച്ചു വന്നു വല്ലതും കഴിക്കേ. തല പറയാൻ പറയുമ്പോ ശ്രദ്ധിച്ചേ.
തല പോയാൽ ഒന്നും പറയില്ലെന്നാണ് പറഞ്ഞത്. തല പോയാൽ ചത്തുപോയി. പിന്നെ ഞാൻ പറയാൻ പറ്റും. വലിയ ഗൗരവൊന്നും കാര്യമില്ല. ഞാൻ കാണായിരുന്നു. ഇട്ടോ കട്ടൻ ഇട്ടോ.